പ്രിവെൻഷൻ ഡേ ആണ്. ഈ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ WHO ഓരോ ഡേയ്സ് ഓർഗനൈസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും 2-3 കാര്യങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മളിത് മറക്കാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ തിരക്കിനിടയ്ക്ക് നമ്മുടെ ഈ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളിലിടയ്ക്ക് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ വർഷത്തിലെ ഓരോ ഡേയിലും ഇങ്ങനെ ഒരു ഡേ ആചരിക്കാനുള്ള മെയിൻ കാരണം ഇതാണ്, നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം. പക്ഷേ പല പ്രശ്നങ്ങളും നമുക്ക് അറിവ് കൊണ്ട് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് സ്നേക്ക് ബൈറ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ വിഷബാധ കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ, വിഷബാധ കൊണ്ടുണ്ടാവുന്ന മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും എല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം കേരളത്തിൽ മരണത്തിൻ്റെ ഒരു വലിയ കാരണമായിരുന്നു വിഷബാധ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ്. ഇപ്പം മോഡേൺ മെഡിസിൻ്റെ കുറേ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സും ASV ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻസിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. എന്നാലും സാധാരണ ജനങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആശുപത്രിയിൽ എത്തുന്ന മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ പാമ്പുകൾ ആണ് വിഷമുള്ള പാമ്പുകൾ. ഈ 2-3 കാരണങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് തന്നെ നമുക്ക് ചികിത്സിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റും ആശുപത്രിയിൽ എത്തുന്ന മുമ്പേ. അപ്പോൾ ഇന്ന് ഈ ദിവസത്തിൽ ഈ വിഷയത്തിനെക്കുറിച്ച് വിശദമായി നിങ്ങളോട് സംസാരിക്കാനും ഈ വിഷയത്തിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുമായിട്ട് ഞാൻ ഡോക്ടർ ഷിഫാസ്, നമ്മുടെ ചീഫ് ഇൻറ്റൻസിവിസ്റ്റിനെ ക്ഷണിക്കുന്നു. ഇന്ന് ദുഃഖകരമെങ്കിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നമുക്ക് രാവിലെ കിട്ടി. കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ഒരു 23 or 27 ന്യൂസ് കേട്ടായിരുന്നു. അല്ലെങ്കിൽ പാമ്പ് കടിച്ച് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നു. പക്ഷെ 2 മണിക്കൂറിനകം മരണപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് വിഷയങ്ങളൊക്കെ നടക്കാം, ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. പലപ്പോഴും നമുക്ക് ഇനിഷ്യലി ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ ഇത് ഓൾമോസ്റ്റ് 100% ഞാൻ പറയുന്നില്ല, പലപ്പോഴും എത്രത്തോളം വിഷാദത്തേക്ക് ചെന്നിട്ടുണ്ട്, ഇനീഷ്യൽ കെയർ എത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഇതിൻ്റെ അവയർനെസ്സിന് ഇതിൻ്റെ ഔട്ട്കമ്മിന് വലിയൊരു ഫാക്ടറാണ്. സോ ബേസിക്കലി ആസ് എ ലേമൻ, സാധാരണക്കാരിൽ പലപ്പോഴും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഈവൻ മെഡിക്കൽ സൈഡിലുള്ള ആൾക്കാർക്ക് കൂടി നമുക്ക് ചിലപ്പോൾ ഇത് ഒരു എമർജൻസി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയും. സോ അതുകൊണ്ട് അതിൻ്റെ ബേസിക്കലി സാധാരണക്കാർക്ക് അറിയുന്ന രീതിയിലും ഹോസ്പിറ്റലിൽ വന്ന് എന്ത് ചെയ്യണം എന്ന രീതിയിലും ഉള്ളൊരു അവയർനെസ് ആണ്. സെഷൻ ശേഷം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പാമ്പാട്ടികളുടെ നാട് എന്നൊക്കെയായിരുന്നു അറിയപ്പെടുന്നത് ഇന്ത്യയിൽ വെച്ച്. പക്ഷേ എന്ത് പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് ആളുകളെ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം കണക്ക് പ്രകാരം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്ക് പ്രകാരം തന്നെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഏകദേശം 5 കോടി ജനങ്ങളെയാണ് ഈ സ്നേക്ക് ബൈറ്റ് അഫക്ട് ചെയ്യുന്നത്. അതിൽ ഏകദേശം 50,000-ഓളം ആളുകളാണ് ഒരു വർഷം മരണപ്പെടുന്നത്. ചെറിയ കണക്കല്ല, വലിയ കണക്കാണ്. ഇത് നമുക്ക് ഒരു ജനറൽ ഇത് എടുക്കുന്നതാണ്, ഇതിൽ കൂടുതലാണെന്നാണ് പല കണക്കുകളും പറയുന്നത്. അപ്പോൾ മെയിൻലി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സ്നേക്ക് പോയിസൺ പല തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ പറയും സൈറ്റോടോക്സിക് ഘടകങ്ങൾ, കോശങ്ങളെ അഫക്ട് ചെയ്യുന്നത്, കോശങ്ങളെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നത്. അടുത്തത് ന്യൂറോടോക്സിക്, നമ്മൾ നരമ്പുകളെ അഫക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഹീമോടോക്സിക്, നമ്മളെ ബ്ലഡ് കോശങ്ങളെ അഫക്ട് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ചാൻസ് ഉണ്ട്. സൈറ്റോടോക്സിക് എന്ന് പറയുന്നത് നമ്മൾ ചില തരത്തിലുള്ള അണലികൾ, യൂഷ്വലി നമുക്ക് ഇവിടെ കാണുന്ന അണലികളെല്ലാം സാധാരണ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണലികളാണ്. പിന്നെ മോസ്റ്റ്ലി സീ സ്നേക്ക്, കടൽ പാമ്പുകൾ, അതിൻ്റെ ഈ കോശങ്ങളെ കൂടുതൽ എഫക്ട് ചെയ്യുന്നതാണ്. ചില തരത്തിലുള്ള ക്രേറ്റ്, വെള്ളിക്കെട്ടെണ്ണോ അങ്ങനെയൊക്കെ പറയുന്ന പാമ്പ്. പിന്നെ ന്യൂറോടോക്സിക്, കിങ് കോബ്ര. കിങ് കോബ്ര രാജകുമാരൻ അല്ലേ? ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. കടി കിട്ടി കഴിഞ്ഞാലും ചികിത്സ കിട്ടുന്നെങ്കിൽ നമ്മളെ പ്രാർത്ഥന കിങ് കോബ്ര കഴിക്കണമെന്നാണ്. നമ്മൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഹയറായിരിക്കും. അണലിയാണ് മോർ ഡേഞ്ചറസ്. ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ക്രേറ്റ്, നമ്മൾ ഈ വെള്ളിക്കെട്ടൻ തുടങ്ങിയ സാധനം. പിന്നുള്ളതാണ് നമ്മൾ ഹീമോടോക്സിൻ, ബ്ലീഡിങ് കോസ് ചെയ്യുന്ന സാധനം. ഇതാണ് മോസ്റ്റ് ഡേഞ്ചറസ്, നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുമ്പോൾ നമുക്ക് എത്ര ASV കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്താൽ പോലും പലപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവും. നമുക്ക് പ്രിവെന്റ് ചെയ്യുന്ന ഒരു പരിധി ഉണ്ടാവും. പലപ്പോഴും ഡയാലിസിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഓക്കെ, നമുക്കിത് എങ്ങനെ മനസ്സിലാവും? ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പാനിക് ആവും അല്ലേ? പലപ്പോഴും കട്ടുറുമ്പ് കടിച്ചാലും ഇരട്ടത്താണ്, കട്ടുറുമ്പ് കടിച്ചാലും അല്ലെങ്കിൽ തേർഡ് കടിച്ചാലും നമുക്ക് പേടിയാവും. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും നമുക്ക് അതൊരു വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ പാമ്പ് തന്നെയാണോ എന്നുള്ളത്? യൂഷ്വലി നമുക്ക് ഈ കയ്യിലിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, 2 ഡോട്ട് ഉണ്ട് അല്ലേ? 2 ഡോട്ടേ ഉള്ളൂ, ഇപ്പഴത്തേക്ക് 2 ഡോട്ട് ഇല്ല. കയ്യിൽ കഴിച്ചാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വിഷമുള്ള പാമ്പ് കടിച്ചാൽ വിഷമുള്ള പാമ്പും വിഷമില്ലാത്ത പാമ്പിന്റെയും പല്ലിന്റെ രൂപവും ബാക്കി ആ മുഖത്തിന്റെ രൂപം എല്ലാം ഞാൻ പറഞ്ഞു തരാം.
വിഷമുള്ള പാമ്പിന് സാധാരണ രണ്ട് ഫാൻസ് കാണും. നമ്മൾ കൊമ്പിൽ നിന്നൊക്കെ പറഞ്ഞ രണ്ട് ഫാൻസ് കാണും. താഴേക്ക് ഒരു സിംഗിൾ റോ ആയിരിക്കും, മുകളിലേക്ക് ഒരു സിംഗിൾ റോ ആയിരിക്കും. ആ സമയം വിഷമില്ലാത്ത പാമ്പിനോ ഇത് മെജോറിറ്റി കാര്യങ്ങൾ പാമ്പുകൾക്ക് ഇങ്ങനെ ആയിരിക്കും. ചില എക്സെപ്ഷൻസ് ഒക്കെ വരും. കോറൽ സ്നേക്ക് എന്നൊക്കെ പറഞ്ഞ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്നാലും മോസ്റ്റ്ലി ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന നമുക്കിത് മനസ്സിലാവും. അപ്പൊ നമുക്ക് പല ആളുകൾക്ക് മനസ്സിലാക്കുന്നത് പേടി കൂടുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ റഷ് കൂടും. ഈ പോയിസൺ പെട്ടെന്ന് ശരീരത്തിൽ എല്ലായിടത്തും എത്താൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ചിലപ്പോൾ അപകടത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സമാധാനപ്പെടും. നമ്മൾ നോക്കിയിട്ട് വിഷമില്ലാത്തയാണെങ്കിൽ വിഷമുള്ളതാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. പക്ഷെ അത് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ വിഷമുള്ള പാമ്പാണെങ്കിൽ രണ്ട് ഡോട്ട് ഉണ്ടാവും, മുകളിൽ ഒരു സിംഗിൾ റോ, ചിലപ്പോൾ താഴെ ഒരു റോ ചിലപ്പോൾ കണ്ടേക്കാം. സ്ട്രേക്ക് പോയിസൺ ഇല്ലാത്തയാണെങ്കിലോ ആ ഫാൻ ഡോട്ട്സ് കാണുന്നില്ല, ആ ഷാർപ്പായിട്ടുള്ള രണ്ട് ഡോട്ട് കാണാറില്ല യൂഷ്വലി. മനസ്സിലായോ? ഇനി നമുക്ക് സാധാരണ ഒരു പാമ്പിന് തല്ലിക്കൊന്ന പാമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പരിശോധിക്കാൻ നിൽക്കേണ്ട. എന്നാലും ഒരു ജനറൽ അറിവിന് വേണ്ടി പറയുന്നതാണ്. സാധാരണ ഇതിൽ നമുക്ക് അണലിയൊക്കെ അറിയാം, തല ഭയങ്കര വലുതായിരിക്കും, ഉടൽ ചെറുതായിരിക്കും അല്ലെ. യൂഷ്വലി പോയിസണസിന് എല്ലാത്തിനും അങ്ങനെ ആയിരിക്കും. കിങ് കോബ്ര ഹുഡ് ഭയങ്കര വലുതായിരിക്കും. സാധാരണഗതിയിൽ തലയുടെയും ഉടലിന്റെയും ഓൾമോസ്റ്റ് സെയിം സൈസ് ആണെങ്കിൽ അങ്ങനത്തെ മെജോറിറ്റി സാധനങ്ങൾ എന്താണ്, വിഷമില്ലാത്തതാണ്. അതുപോലെ നമ്മൾ ടെയിലിന്റെ ഭാഗം നോക്കുമ്പോൾ, വാലിന്റെ ഭാഗം നോക്കുമ്പോൾ സാധാരണ ഈ വീനമസ്, നമ്മൾ ഈ പോയിസണസ് ആയിട്ടുള്ള സ്നേക്കിന്റെ വാലിന്റെ അറ്റത്ത് സിംഗിൾ സ്കെയിൽ ഒറ്റ റോയെ കാണുള്ളൂ. പക്ഷെ മറ്റേതെന്താ, നമ്മളെ ചെതമ്പല് പോലെ അല്ലെങ്കിൽ നമ്മളെ ഫിഷിന്റെ സ്കെയിൽസ് മാതിരി രണ്ട് റോയിലായിട്ട് കാണാം. അതിന് എക്സെപ്ഷൻ ഒരു കോറൽ സ്നേക്കാണ്, യൂഷ്വലി നമ്മൾ കാണാത്ത സാധനമാണ്. അപ്പോൾ സാധാരണ ഇത് വന്നു കഴിഞ്ഞാൽ, കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക അത് നമ്മൾ മനസ്സിലാക്കണം. ഡെഫിനറ്റ്ലി കടിച്ച ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, കടി കിട്ടി എന്നുള്ളതുണ്ട്. ആ ലോക്കൽ പെയിൻ ഉണ്ടാവും, ഈ ഫാൻ മാർക്സ് ഉണ്ടാവും. ചില സമയത്ത് അതിന് ചുറ്റും ചെറിയ വീക്കം, ചുമപ്പ് പോലെ ഇങ്ങനെ ഫോം ചെയ്യാം. നമ്മൾ സെല്ലുലൈറ്റിസ് എന്നൊക്കെ പറയുന്ന മാതിരി ചെറിയ ഇൻഫെക്ഷൻ വന്ന പോലെ നമുക്ക് ഫോം ചെയ്യാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് കുറച്ച് ഡിലേഡ് ആണെങ്കിൽ ലോക്കലായിട്ട് കുറച്ച് ഇൻഫെക്ഷൻസോ അവിടുന്ന് ഊസിങ്ങോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ ഒക്കെ കാണാം. ചില ആളുകൾ ചില ന്യൂറോടോക്സിക് ചില വീനമസ് സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നോസിയ, നല്ല മനമറിപ്പ് ഉണ്ടാവാം, ഛർദിൽ പോലെ ഉണ്ടാവാം, ജനറലൊരു ടയർഡ്നെസ് ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവാം, ശരീരത്തിലെ തളർച്ച പോലെ ഉണ്ടാവാം. അപ്പോൾ സാധാരണ ബ്ലീഡിങ് അല്ലെങ്കിൽ ക്ലോട്ടിങ് ഡിസോർഡേഴ്സ്, അതായത് നമുക്ക് രക്തസ്രാവം പോലെ ചിലപ്പോൾ കടിച്ച ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും ആദ്യം ചിലപ്പോൾ ഊസിങ് ഉണ്ടാവുക. സാധാരണ ഈ വൈപ്പർ പോലെ അണലി പോലത്തെ സാധനം കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഊസിങ് ഉണ്ടാവുക. ചില ആളുകൾക്ക് സിവിയർ ഫോമിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്ങനെയൊക്കെയാ, ചിലപ്പം ഗമ്മി എന്നൊക്കെ നമ്മളുടെ മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് ഉണ്ടാവാം, മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ഉണ്ടാവാം. ചില ആൾക്ക് ഭയങ്കര തളർന്ന് ചിലപ്പോൾ വീഴാം, തലച്ചോറ് ഓൾറെഡി ബ്ലീഡിങ് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ഏത് പാമ്പാണ് കടിച്ചത്, എത്രത്തോളം വിഷം അകത്ത് ചെന്നിട്ടുണ്ട്, ഇതെല്ലാം ഒരു ഫാക്ടറാണ്. ഇത് നമുക്കൊരു വൈപ്പർ, നമ്മളൊരു അണലി കടിച്ച് അല്ലെങ്കിൽ ഹീമോടോക്സിക് ബ്ലഡ് കോശങ്ങളെ സെൽസിനെ RBCസിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ കടിച്ചതിൻ്റെ ഒരു പിക്ചറാണ്. കണ്ടില്ലേ, നമുക്ക് ചെറിയ ബ്ലീഡിങ് ആയിട്ട് ആദ്യമേ രണ്ട് ഡോട്ട് മാർക്ക് കണ്ടോ, ആ ഡോട്ട് മാർക്ക് പോലെ മാത്രം കാണാം. ചില സമയത്ത് നമുക്ക് ഡോട്ട് മാർക്ക് കാണണമെന്നില്ല, തിന്നായിട്ടൊക്കെ കടിച്ചെങ്കിൽ അത് പോയിസണസ് ആവണമെന്നില്ല. ചെറിയ ബ്ലീഡിങ് ആയിട്ടുണ്ടാവാം, ചില ബ്ലഡ്സ്. ഇത് വളരെ ഷോർട്ട് ടൈം തന്നെ വേണം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ ചെറിയ വീക്കം മാത്രമായിരിക്കാം. അപ്പോൾ അത് നമുക്ക് ഡൗട്ടാണ്, അവിടെ പോയി കമ്പ് തട്ടിയതാണോ മുള്ളു കൊണ്ടതാണോ. പക്ഷേ നമ്മൾ എന്ത് ഡൗട്ട്, നമ്മൾ പ്രത്യേകിച്ചും കണ്ടതാണെങ്കിലും കാണാത്തതാണെങ്കിലും അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. ചില ആൾക്കാർക്ക് കൺജങ്ക്റ്റൈവൽ ബ്ലീഡ്, രണ്ട് കണ്ണിലും ചെറിയ ബ്ലീഡിങ് ആയിട്ട് വരാം. ഈ ടോൺസിലിനകത്ത് പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഫൈൻഡിങ്സ് ഒക്കെ, ഈ താഴെ കാണുന്ന തലച്ചോറിലുള്ള ബ്ലീഡിങ്, ഇങ്ങനത്തെ പേഷ്യൻസ് ഒന്നും കിട്ടാറില്ല. ഇതൊക്കെ നമുക്ക് ഓട്ടോപ്സി സമയത്ത് നമ്മൾ ആ സമയത്തായിരിക്കും നമുക്ക് ഈ ഫൈൻഡിങ്സ് കിട്ടുക. നമുക്ക് മേജർ കോസ് ഓഫ് ഡെത്തും ഇതാണ്, തലച്ചോറ് ബ്ലീഡിങ് ആയിട്ട് പ്രസന്റ് ചെയ്യും. ചിലപ്പോൾ ഒരു സ്ട്രോക്ക് പോലെ ആയിരിക്കും പേഷ്യൻറ്റ് പ്രസന്റ് ചെയ്യുന്നത്. കുറച്ച് മുമ്പ് 5-6 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ മുമ്പ് എന്തോ ഒന്ന് കാല് തട്ടിയിരുന്നു എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പോയി കിടന്നുറങ്ങി. പേഷ്യൻറ്റിനെ വിളിച്ചപ്പോൾ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തലവേദന കൂടിയ ഛർദ്ദിച്ച് പേഷ്യൻ്റ് എഴുന്നേൽക്കുന്നു, ബോധം കിടന്നു. അപ്പോൾ ഓൾറെഡി ബ്ലീഡിങ് സംഭവിച്ചു, പിന്നെ നമുക്ക് ചെയ്യാനില്ല ഒന്നും. ചില ആൾക്കാർ കണ്ടില്ലേ, ഇതുപോലെ അവർ ഹെമറ്റമിസ് പോലെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കാൻ നമുക്കിങ്ങനെ. ചിലർക്ക് കണ്ണിൽ ചെറിയൊരു ഡോട്ട് മാത്രമായിട്ടായിരിക്കും. ഈ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, കിങ് കോബ്ര, നമ്മളുടെ രാജവെമ്പാല, അതൊക്കെ കടിച്ചാൽ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ, അതൊക്കെ കഴിച്ചാൽ ന്യൂറോടോക്സിക്. അത് ബേസിക്കലി ബ്ലീഡിങ് ഒന്നും കാണൂല. സാധാരണ പ്രസന്റേഷൻ എന്താ, നരമ്പുകളെ ആയിരിക്കും ബാധിച്ചത്, ചെറിയൊരു തളർച്ചയായിരിക്കും. ചില ആൾക്കാർക്ക് കണ്ണ് രണ്ടും ഇങ്ങനെ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ, കണ്ണിങ്ങനെ തളർന്നു പോകുന്നത്, എത്ര ശ്രമിച്ചാലും കണ്ണ് ഐലിഡ്സ് താഴേക്ക് വരുന്നൊരവസ്ഥ. ആ സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യാം.
ചിലപ്പോൾ ചില ആൾക്കാർക്ക് സംസാരം പെട്ടെന്ന് നഷ്ടപ്പെടുന്ന പോലെ തോന്നിയേക്കാം. ചില ആൾക്കാർ പറയും സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പം നരമ്പുകളെ ബാധിക്കുന്നുണ്ട്. അത് ഏത് നരമ്പുകളെ ബാധിക്കുന്നു, എങ്ങനെ നരമ്പുകളെ ബാധിക്കുന്നു വെച്ചാൽ എവിടെ കടിച്ചെന്ന് ഇതും അതുപോലെ എത്രത്തോളം വിഷം ഉള്ളിൽ ചെന്ന് ഏത് പാമ്പാണ് കടിച്ചത്, ഇതെല്ലാം ഒരു ഡിപ്പെൻഡിങ് ഫാക്ടറാണ്. ഇതാണ് യൂഷ്വലി മെജോറിറ്റി പേഷ്യൻസിന് പ്രസന്റ് സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കും. പേഷ്യൻ്റ് എന്തോ കടിച്ചു, ക്ഷീണം തോന്നി, വന്ന സമയത്ത് കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന അവസ്ഥ. ഇത് നമുക്ക് ന്യൂറോളജിക്കൽ നരമ്പ് സംബന്ധമായ അസുഖങ്ങളിലുണ്ടാകാം, ടോസിസ്. അപ്പം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കണം അത് ന്യൂറോടോക്സിക് ആണ്, നരമ്പിനെ ബാധിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം. പിന്നെ സ്കെലിറ്റൽ മസിൽ ബ്രേക്ക് ഡൗൺ, ഇത് വൺ ഓഫ് ദ നൊട്ടോറിയസ് സാധനങ്ങളാണ് ഈ സീ സ്നേക്ക്, കടൽ പാമ്പുകൾ. പലപ്പോഴും അതിന് ചികിത്സ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫെറ്റാലിറ്റി റേറ്റ്, മരണത്തിൻ്റെ സംഖ്യ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ മസിൽസ് എല്ലാം അങ്ങ് ലൈസ് ചെയ്ത് പെട്ടെന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പെട്ടെന്ന് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വന്ന് പേഷ്യൻ്റ് പെട്ടെന്ന് ഡെത്താവാം. അപ്പോൾ പലപ്പോഴും ഈ സീ സ്നേക്സ്, കടൽ പാമ്പുകൾക്ക് ഇനിഷ്യൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലാതെ കറക്റ്റായിട്ടുള്ള ആൻറ്റിവിനം പലപ്പോഴും കിട്ടാറില്ല. നമ്മുടെ നാട്ടിൽ ഒരു 2-3 പിന്നെ ഇതിന് മാത്രമുള്ള, പാമ്പുകൾക്ക് മാത്രമുള്ള വിഷം ഒരു പോളിവാലൻ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതല്ലാതെ പലപ്പോഴും ചില സീ സ്നേക്സ് ഒന്നും ചികിത്സയില്ല. ഇനിഷ്യൽ ചികിത്സ കൊടുത്ത് സപ്പോർട്ടീവ് മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ പലതരത്തിലുള്ള കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവാം. നമുക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെയോ അല്ലെങ്കിൽ ഭയങ്കര അമിതമായിട്ട് നമുക്ക് സ്വയം തോന്നലൊക്കെ ചെയ്യാം. ഓക്കെ, ശരി. ഇനി നമ്മൾ ചെയ്യേണ്ട മാനേജ്മെൻറ്റ്, ഇതാണ് നമുക്ക് എല്ലാവരും കീനായിട്ട് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ അറിയാനിരിക്കുന്ന കാര്യങ്ങൾ. എന്താണ് ഒരു പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പാമ്പ് കടി ആൾക്കാർക്ക് ഉപദ്രവമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡു നോ ഹാം. ദയവ് ചെയ്ത് ആ പേഷ്യന് ദ്രോഹം ചെയ്യാതിരിക്കുക. നമ്മൾ സ്നേഹത്തോടെ, പണ്ട് സിനിമയിൽ കണ്ടുകൊണ്ട് പാമ്പ് കടിച്ചാൽ ചിലർ ഇങ്ങനെ വലിച്ചെടുക്കുന്നു, വലിഞ്ഞു കെട്ടുന്നു, എല്ലാം ചെയ്യുന്നു. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീസെൻറ്റ് ഗൈഡ് ലൈൻസിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അതിനകത്ത് അവരുടെ അതേ സെൻറ്റൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. മച്ച് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് കറൻ്റ്ലി ക്യാരിഡ് ഔട്ട് ഈസ് ഇൻഎഫക്റ്റീവ് ആൻഡ് ഡേഞ്ചറസ്. ഒരു ഇഫക്റ്റ് മാത്രമില്ലെന്ന് മാത്രമല്ല, പേഷ്യൻറ്റിന് പലപ്പോഴും ഒരു അപകടകരമായി മാറും. അപ്പോൾ ഇതാണ് എൻ്റെ ഷോർട്ട് ഫോം. ഇംഗ്ലീഷിലായതുകൊണ്ട് ക്യാരി നോ റൈറ്റ് എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ ഒരു നിമോണിക് ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വൺ, ക്യാരി. എന്താണ്? പേഷ്യൻറ്റ് പാമ്പ് കടി കയറ്റി കഴിഞ്ഞാൽ ഇനിഷ്യലി ആദ്യം ചെയ്യേണ്ടത് പേഷ്യൻ്റ് നടക്കാനോ, കയ്യിലായിക്കോട്ടെ മുഖത്തായിക്കോട്ടെ നടക്കാൻ, അധികം നടക്കാനുള്ള അവസരം കൊടുക്കാതെ പേഷ്യനെ താങ്ങിയെടുത്ത് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള മാർഗം സ്വീകരിക്കാൻ. അത് കാലിൽ കടിച്ചാൽ പ്രത്യേകിച്ചും, എവിടെ കടിച്ചാലും ഇമ്മൊബിലൈസ് ചെയ്യും. പേഷ്യൻ്റ് അധികം അനക്കാതെ കാലിലാണ് കടിക്കുന്നതെങ്കിൽ നമ്മൾ ഹാർട്ട് ലെവലിൽ ഇങ്ങനെ കാല് പൊക്കി വെച്ച് അങ്ങനെ വേണം നമ്മൾ പെതുക്കെ കൊണ്ടുവരാൻ. നോ ട്യൂണിക്ക്, മറിഞ്ഞ് മുറുകി കെട്ടുകയോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ കയറ് വെച്ച് കെട്ടി ഒന്നും ചെയ്യാൻ പാടില്ല. അത് മോർ ഡേഞ്ചറസ് ആണ്. നോ ഇലക്ട്രോ തെറാപ്പി, നമ്മൾ അവിടെ കരിച്ച് കളയാനുള്ള ശ്രമം നടത്തരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നോ കട്ടിങ്, ചില ആൾക്കാർ പറയും അത്രയും സ്ഥലത്തല്ലേ പാമ്പ് കടിച്ചിട്ടുള്ളൂ, അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, പാടില്ല. പ്രഷർ ഇമ്മൊബിലൈസേഷൻ, നമ്മൾ നല്ല ടൈറ്റായിട്ട് പ്രഷർ കൊടുത്ത് കെട്ടാൻ പാടില്ല. അതിൻ്റെ എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് പ്രഷർ കൊടുത്ത് കിട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ശരി നമുക്ക് ആ വീന മുകളിലേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കും. ഇത് ഊരേണ്ട ഒരു അവസരം വരത്തില്ലേ? ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ദൂരണം ഇല്ലെങ്കിൽ അപ്പോഴെന്താ സഡൻ റഷ്, പെട്ടെന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇത്രയും വിഷം ശരീരത്തിലേക്ക് പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. റീഅഷ്യൂർ ദ പേഷ്യൻ്റ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പാമ്പ് കടിച്ചാൽ വിഷം ഉള്ളതാണെങ്കിലെങ്കിലും പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യാം. നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം. അതിനെന്താ നമുക്കൊരു ഇത് ഉണ്ടാവണം എന്താണെന്നുള്ളത്. കാരണം എന്താണ്, 70% ഓഫ് ഓൾ സ്നേക്ക് ബൈറ്റ്സ് ആർ നോൺ വിനമസ്. 70% കടി കിട്ടുന്നതിൽ 70% വിഷമില്ലാത്ത പാമ്പാണ് കടിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ വിഷമുള്ള പാമ്പ് കടിച്ചാലും 50%, ഇപ്പോൾ 100 പാമ്പ് കടിച്ചാലും 50 കടിക്ക് മാത്രമേ പലപ്പോഴും വിഷവും അതിൽ നിന്ന് വരാറുള്ളൂ. എപ്പോഴും കടിക്കുന്ന എല്ലാ വിഷമുള്ള പാമ്പുകളിലും പുറത്തേക്ക് വീനം തരണം എന്നില്ല, ഇഞ്ചെക്ട് ചെയ്യണം എന്നില്ല, മനസ്സിലായോ? ഇവിടെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് വിഷം നമുക്ക് അകത്തേക്ക് ചെയ്യാം കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത് അഷ്യൂർ ചെയ്യുക. അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ശരീരത്തിൽ അഡ്രിനാലിൻ ഒരുപാട് കയറാതിരിക്കും. നമ്മൾ പേടിയാകുമ്പോൾ കണ്ടില്ലേ, അഡ്രിനാലിൻ റഷ് കൂടിയാൽ എന്താകുമ്പോൾ നമ്മൾ പെട്ടെന്ന് BP കൂടും, നമ്മുടെ സർക്കുലേഷൻ കൂടും, പെട്ടെന്ന് എല്ലായിടത്തേക്കും എത്തും. അതുകൊണ്ട് പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആയിട്ട് കീപ്പ് ചെയ്യാം. ഇമ്മൊബിലൈസ്, ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൈയാണെങ്കിലും കാലാണെങ്കിലും നല്ല സാധാരണ ടാപ്പ് വാട്ടറില്ലേ വെള്ളം വെച്ച് സോപ്പ് വെച്ച് നന്നായിട്ട് കഴുകുക. വലിച്ചെടുക്കാനും മുറി കെട്ടാനും നിൽക്കരുത്. നന്നായിട്ട് ടാപ്പ് വാട്ടർ വെച്ച് കഴുകി സോപ്പിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക. എങ്ങനെയാണ് ഇത് കണ്ടോ, ഒരാളുടെ കാലിലാണ് പാമ്പ് കടിച്ചിരിക്കുന്നത്. ഒരു ഫ്രാക്ചർ സംഭവിച്ചാൽ നമുക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മൾ ആ ജോയിൻറ്റുകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഫിക്സ് ചെയ്യണം. കണ്ടില്ലേ, വളരെ അധികം പ്രഷറൊന്നും ഇല്ലാതെ ചെറിയൊരു ബാൻഡേജ് എടുത്ത് വലിയ പ്രഷർ ഇല്ലാതെ നമ്മൾ ചെയ്യുക. താഴെ നിന്ന് മുകളിലേക്ക് ചെയ്തതിന് ശേഷം
ഒരു ചെറിയ തടിയോ എന്തെങ്കിലും പ്ലൈവുഡോ അല്ലെങ്കിൽ സ്കെയിലോ എന്തെങ്കിലും വെച്ച് ഇമ്മൊബിലൈസ് ചെയ്യുക. എന്താ അതിൻ്റെ പ്രത്യേകത? ഇത് അധികം മൂവ് ചെയ്യാതിരുന്നാൽ ഈ സർക്കുലേഷൻ മുകളിലേക്ക് വരുന്നത് കുറച്ചൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. ഇതാണ് സാധാരണക്കാരൻ്റെ രീതിയിലും നമ്മൾ വീട് ചെന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പോലും നമ്മൾ ലേമൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എന്ന രീതിയിലോ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ഇതാണ്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളെ നമുക്ക് നല്ല ശതമാനം ഓൾമോസ്റ്റ് 100% നമുക്ക് പേഷ്യൻ്റ് രക്ഷിക്കാൻ പറ്റും. 100% ഞാൻ പറയുന്നില്ല, ചില ബ്ലീഡിങ് ചില ഈ വിഷത്തിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നാലും നല്ലൊരു ശതമാനം ആളുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻ്റിനെ എത്തിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പാമ്പ് കഴിച്ച് തൊട്ടടുത്ത PHC കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവിടെ എന്താ അത്രയും സമയം വേസ്റ്റായി. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി, വലിയ ഹോസ്പിറ്റലായിരിക്കും, അവിടെ ASP ഇല്ലെങ്കിലോ സ്നേക്ക് വിനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആൻറ്റി സ്നേക്ക് വിനം. അപ്പോൾ അറിഞ്ഞിരിക്കാം. സോ അതിൻ്റെ അവയർനെസ് കൂടാണ്. നമുക്കിവിടെ ആൻറ്റി സ്നേക്ക് വിനം ഉണ്ട്, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ICUs ഉണ്ട്, നമുക്ക് എമർജൻസി കോംപ്ലിക്കേഷൻസ് വന്നാൽ അതിന് ചെയ്യാനുള്ള ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെഡ്ജായിട്ട് നമ്മളിവിടെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെൻസിഗറിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫെസിലിറ്റി ഉള്ള നിയർ ബൈ ഹോസ്പിറ്റൽസ് എപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡെത്താണ് ഇതൊക്കെ. ടെൽ ദ ഡോക്ടർ റിഗാർഡിങ് എനി സിംറ്റം. പേഷ്യൻറ്റ് നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, എന്തായിരുന്നു പ്രസൻറ്റേഷൻ എന്ന് ഡോക്ടറോട് പറയുക. ഡു നോട്ട് വേസ്റ്റ് ടൈം. ഈ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇതിപ്പം ഞങ്ങളുടെ അടുത്ത് എത്തിക്കുക. ഇപ്പം ആളുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഉണ്ട്. പേഷ്യൻറ്റ് ഞങ്ങൾക്ക് എത്തിക്കുക, ബാക്കി ഞങ്ങൾ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിവിനം. നമ്മളിതിന് ഒരു ആൻറ്റിവിനം വയലുണ്ട് സാധാരണഗതിയിൽ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മോർ ലൈക്ക് ഒരു മെഡിക്കൽ സൈഡാണ്, സാധാരണക്കാർക്ക് ബോറടിച്ചേക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന സാധാരണ 20 മിനിറ്റ്സ് നമ്മൾ സാധാരണ ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, WBC ടൈം എന്ന് പറയും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പേഷ്യൻ്റ് വന്നാൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 2 ml നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് സിറിഞ്ചിൽ കളക്ട് ചെയ്ത് സാധാരണ പുതിയതോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള അധികം ഡിറ്റർജൻ്റ് ഒന്നും ഉപയോഗിക്കാത്തൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് 2 ml ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. എത്ര നേരമാണ്? 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. 20 മിനിറ്റ്സിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കുക. ക്ലോട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാവുക? ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട്, ഹീമോടോക്സിക് അല്ല, സേഫാണ്. നമ്മൾ ഇന്നത്തെ 6 hours 4 hours to 6 hours കഴിയുമ്പോൾ പിന്നെ റീചെക്ക് ചെയ്യണം. ഇതിനിടയ്ക്ക് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും ഇത് നല്ലൊരു റെലവൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. 2 ml എടുത്ത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ക്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ഹീമോടോക്സിക് അല്ല, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് വേറെ വിഷയങ്ങളൊന്നുമില്ല, വെയിറ്റ് ചെയ്താൽ മതി. പലപ്പോഴും നമുക്ക് പാമ്പ് കടിച്ച എല്ലാവർക്കും ഈ പാമ്പിൻ്റെ ആൻറ്റിവിനം കൊടുക്കാൻ പാടില്ല. കാരണം ഈ ആൻറ്റിബിന് കൊടുക്കുന്ന ഡേഞ്ചർസ് കൂടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ICU സെറ്റപ്പിൽ നമ്മൾ നല്ല കെയറോട് കൂടെ ചെയ്യണം. കാരണം ഇതിൻ്റെ അലർജിക് റിയാക്ഷൻ ഭയങ്കര കൂടുതലാണ്. ലാസ്റ്റ് ഒരു 2014-15 ഞാൻ MESൽ PG ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ആയിരുന്നു. പേഷ്യൻ്റ് വൈപ്പർ ബൈറ്റ് ആയിരുന്നു, ബ്ലീഡിംഗ് ആയിട്ട് വന്നു. ASB കൊടുക്കുന്നവരെ പേഷ്യൻ്റ് സ്റ്റേബിളാണ്. പക്ഷേ പേഷ്യൻ്റ് ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് ASB കൊടുത്തു, പേഷ്യൻ്റ് അലർജിക്കായി, പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് പോയി. നമ്മൾ റീസസ്റ്റേറ്റ് ചെയ്തു, ട്യൂബ് ചെയ്തു, പേഷ്യൻ്റ് തേർഡ് ഡേ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ അത്ര ഡേഞ്ചറസ് ആണ് നമുക്ക്, പലപ്പോഴും അലർജിക് റിയാക്ഷൻ ഉണ്ടാകും. പിന്നെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ASB നമ്മൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് പറയാം. ഇതാണ് നമ്മളുടെ സ്നേക്ക് വീനം ആൻറ്റിസിറം. ഇതെങ്ങനെയാണ് വരുന്നത്? യൂഷ്വലി അതിനകത്ത് കാണും നമുക്ക് ഏകദേശം ഒരു 4 തരത്തിലുള്ള പാമ്പുകൾക്കാണ് നമുക്ക് പ്രധാന ചികിത്സ. ഇത് തന്നെ മതിയാവും മെജോറിറ്റി കാര്യങ്ങൾ. പക്ഷേ ഈ സ്നേക്കിനൊക്കെ വലിയ പാടാണ്, വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം നമ്മൾ നോക്കിയതിന് ശേഷം ആവശ്യമുള്ള പേഷ്യൻസിന് എന്താ ചെയ്യുക? നമ്മളിത് ഡൈല്യൂട്ട് ചെയ്ത് ഏകദേശം ഒരു 8 തൊട്ട് 10 വയൽ വരെ വേണ്ടി വരും തുടക്കത്തിൽ കൊടുക്കും. അത് ഡൈല്യൂട്ട് ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഈ ക്ലോട്ടിംഗ് ടൈം ബ്ലീഡിംഗ് ടൈം റീചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്താ ചെയ്യുക? ഇനിയും കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ICU ആണിത്. നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എല്ലാ സപ്പോർട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് യൂഷ്വലി ICU ഇതിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുന്ന സമയത്ത് BP കുറയുന്നോ, പൾസ് കുറയുന്നോ എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതനുസരിച്ചുള്ള സപ്പോർട്ട് കെയറും കൊടുക്കുക. പലപ്പോഴും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാലും പല പേഷ്യൻസിനും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. നമ്മൾ ഈ ആൻറ്റിവിനം കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം നോക്കുക 6 മണിക്കൂറിന് ശേഷം ബ്ലീഡിങ് നിന്നില്ല, ബ്ലീഡിംഗ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ നമുക്ക് ആൻറ്റിവിനം കൊടുക്കേണ്ടി വരും. പലപ്പോഴും ഇനി ന്യൂറോടോക്സിക്, നമുക്ക് നരമ്പ് സംബന്ധമായ
പിന്നെ പാമ്പ കടിച്ചെങ്കിൽ ന്യൂറോടോക്സിക് കടിച്ചെങ്കിൽ നമ്മൾ പലപ്പോഴും നിയോസ്റ്റിക്കും എന്ന് പറഞ്ഞ ഡ്രഗാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ അട്രോപ്പിനും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. ചില പേഷ്യൻസ് നമ്മളിത് കൊടുത്തതിന് ശേഷം എന്താ ഇതൊക്കെ വെന്റിലേറ്ററിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. വെന്റിലേറ്ററിലാക്കുക, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതിന് പല റിയാക്ഷൻസ് ഉണ്ടാവാം. ഏർലി അനാഫിലാക്റ്റിക് റിയാക്ഷൻ ചൊറിച്ചിൽ രൂപത്തിലുണ്ടാവാം. നമുക്ക് നല്ല രീതിയിൽ ചുമയുണ്ടാവാം, ശ്വാസം മുട്ടലുണ്ടാവാം. അതിനൊക്കെ നമ്മൾ സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കാം. ശരി, വേറെ മെഷേഴ്സ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ പാമ്പ് കഴിക്കാൻ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം, പാമ്പ് കടിച്ച് നമ്മൾ പാമ്പിനെ കണ്ടിട്ടില്ല, കടിച്ചു എന്ന ആളെ കിട്ടിയ ആൾ കണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് മാറുക. ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കൂടെ കടി കിട്ടും. അതൊരു സീൻ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ റെസ്പോൺസ് നോക്കുക. പലപ്പോഴും ഇതൊരു ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയും, BLS ആണിത്. പേഷ്യൻ്റ് നമ്മൾ കടിച്ച ഉടനെ പേഷ്യൻ്റ് കുഴഞ്ഞ് വീണ് പൾസ് കിട്ടാത്ത അവസ്ഥയാണ് എന്താ നമ്മൾ BLS ബേസിക് ലൈഫ് സപ്പോർട്ടിലേക്ക് മൂവ് ചെയ്യണം. പലപ്പോഴും നമുക്ക് ചില പേഷ്യൻസിൽ നിന്നുള്ള കാലിൽ കടിയേറ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്രണം പോലെ ഉണ്ടാവാം. അപ്പോൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരും. ചില പേഷ്യൻസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഡയാലിസിസ് വേണ്ടി വരാം. നമുക്ക് നല്ലൊരു ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. പലപ്പോഴും നമുക്ക് ഹീമോടോക്സിക് നമ്മൾ ASP കൊടുത്താൽ പോലും പേഷ്യൻസിന് നല്ല രീതിയിൽ കിഡ്നീനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ട്രാൻസിയൻ്റ് കുറച്ച് ദിവസം 1-2 ഡയാലിസിസ് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനുള്ള ഡയാലിസിസ് യൂണിറ്റ് നമുക്കുണ്ട്. താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ വളരെ ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഡീറ്റെയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ലെയ്മാൻ എന്ന രീതിയിൽ അവരോടുള്ളത് കൊണ്ട് അവരെ ബോറടിപ്പിക്കുന്നില്ല, അവരറിയേണ്ട. അപ്പോൾ നമുക്ക് സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കുന്ന രീതിയിൽ അറിഞ്ഞാൽ മതി. സ്റ്റാഫിനാണെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് കാലിൽ, ഞാൻ പറഞ്ഞു, നമുക്ക് കയ്യിലാണ് കടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കാലിലാണ് കടിക്കുന്നതെങ്കിൽ പലപ്പോഴും ഫ്രാക്ചർ ഉണ്ടായാൽ എന്താ ചെയ്യാം, നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണുന്ന പോലെ തന്നെ കയ്യിൽ നമുക്കൊരു പ്ലേറ്റ് പോലെ വെച്ച് ചെയ്യാം. കഴുത്തിലെ കടിക്കുന്ന നോക്കുക, എപ്പോഴും ബ്രെയിൻ ആം സർക്കുലേഷൻ, നമ്മൾ കാലിൽ നിന്നുള്ളതോ കയ്യിൽ നിന്നുള്ളതോ ബ്രെയിനിലേക്ക് പോകുന്നതും ഈ സർക്കുലേഷൻ ടൈം ഒരു ഫാക്ടറാണ്. ഇവിടെ കടിക്കുന്നത് നല്ല രീതിയിലാണ് ഡയറക്റ്റ്ലി മെയിൻ രക്തക്കൊല്ല കടിക്കുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും ഡേഞ്ചറസ് ആണ്. അറ്റ് ദ ഏർലിയസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പൈൻ ഇമ്മൊബിലൈസേഷൻ പറ്റും. നമ്മളിവിടെ കളിച്ച് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് എവിടെയാണോ കടിക്കുന്നത് ആ കടിക്കുന്നതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ജോയിൻറ്റിനെ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്ന സംഭവമാണ്. അത് പലപ്പോഴും ആൾക്കാർക്ക് അറിയണമെന്നില്ല. ജസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമുക്ക് നല്ല രീതിയിലുള്ളൊരു പലക പോലെ സാധനത്തിന് മുകളിൽ കിടന്നതിന് ശേഷം തലയും ഈ കഴുത്തിൻ്റെ ഭാഗവും തലയും ശരീരവും അനങ്ങാത്ത രീതിയിൽ സ്റ്റഡി ആയിട്ട്, സ്പൈൻ ഇമ്മൊബിലൈസറൊക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ സാധനം ഉപയോഗിച്ച് നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്യാം. പലപ്പോഴും സാധാരണക്കാർക്ക് ഓരോ ജോയിന്റ് എങ്ങനെ ഇമ്മൊബിലൈസ് എന്ന് അറിയണമെന്നില്ല. അപ്പം നമ്മൾ സ്റ്റഡി ആയിട്ട് കിടക്കാതെയും മൂവ് ചെയ്യാതെ നമ്മുടെ ശരീരം എല്ലാം ഹാർട്ടിൻ്റെ ലെവലിൽ പ്രിഫറബിളി മുകളിലേക്ക് പോകാതെ ഹാർട്ടിൻ്റെ ലെവലിൽ തന്നെ നേരെ കിടക്കുക. ഓക്കെ.